ഇപ്പോൾ ഒരു ചെയർമാൻ ഉണ്ടോ? ഇങ്ങനെയാണ് IFFK. വലിയൊരു വൈബില്ല, പണ്ടത്തെ വൈബ് എനിക്ക് തോന്നുന്നില്ല. ലക്ഷണ സിനിമയൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ട സിനിമയൊന്നും എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. വളരെ വളരെ അതിമനോഹരമായ ബോറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫെസ്റ്റിവൽ. 30 വർഷം കൊണ്ട് ഇതുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത്രയും ആളുകൾ വന്നിട്ട് സിനിമ അവർ തിരഞ്ഞെടുത്ത സിനിമ കാണാൻ പറ്റാതെ പോവേണ്ടി വരുന്നതൊക്കെ ഒരു വലിയ പ്രശ്നം. ഞാൻ പാടിയെന്ന് മാത്രമേ പറയുള്ളൂ. നമസ്കാരം, ഫോക്കസ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അനന്തപുരിയിലാണ്. 13th ഫിലിം ഫെസ്റ്റിവലാണ് അനന്തപുരിയിൽ നടക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് 10,000-കണക്കിന് ആളുകളാണ് ഈ സിനിമ പ്രദർശന വേദിയിലേക്ക് കടന്നു വരുന്നത്. അത് പുതിയ ജനറേഷൻ അടക്കമുള്ള ആളുകൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, സംവിധായകർ അടക്കം ഏകദേശം 250-ൽ പരം വരുന്ന സിനിമകളുടെ പ്രദർശനമാണ് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവൽ കൂടിയാണ് തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. പോകാം സിനിമാ വിശേഷങ്ങളിലേക്ക്. ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് എന്ന് ചോദിച്ചു പലരോട്. കേരളത്തിലുള്ള ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഇത്രയും ചെറിയൊരു സംസ്ഥാനത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ അതിശയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരെല്ലാം അതിശയിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഈ 30ാം എഡിഷനിൽ എത്തി നിൽക്കുന്ന ഫെസ്റ്റിവൽ എല്ലാ രീതിയിലും അതിൻ്റെ സംഘാടനത്തിലും അത് അവതരിപ്പിക്കുന്ന പരിപാടികളുടെ നിലവാരത്തിലും ഒക്കെ തന്നെ ഒന്നാം തരത്തിൽപ്പെടുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് ഇത് നമുക്കെല്ലാം അഭിമാനമുണ്ട്. ഈ ഫിലിം ഫെസ്റ്റിവല് നമ്മുടെ പുതുതായി ഈ രംഗത്തേക്ക് വരുന്ന ചലച്ചിത്ര പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് മാർഗദർശനവും അവർക്ക് അന്തർദേശീയ തരത്തിലുള്ള സിനിമയെപ്പറ്റി അറിയാനും അടുത്തറിയാനും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള അവസരം ഒരുക്കുന്ന ഒരു മേളയാണ്. ഈ വർഷം 30ാമത്തെ വർഷമാണ് IFFKയുടെ. വളരെ നന്നായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു IFFK ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടങ്ങളുണ്ടായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത്, ഞാൻ KR മോഹനൻ ജൂറിയിലുണ്ട്, അവാർഡിൻ്റെ ജൂറിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെബ്യൂ ഫിലിംസാണ് മലയാളത്തിൽ ഇന്ത്യയിലെ ഉള്ള ഡെബ്യൂ ഫിലിംസാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്നുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടങ്ങൾ അതിലുണ്ട്. ഹിന്ദിയിലും എല്ലാ ഭാഷയിൽ നിന്നുള്ള പടങ്ങളുണ്ട്. പിന്നെ കേരളത്തിലെ പടങ്ങൾ കാണുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് സ്ത്രീകളുടെ പടങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. മൊത്തം IFFK 30 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ IFFKയിൽ ഒരു 10 വർഷത്തോളം പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു. പിന്നെ കുറേ കാലം സ്റ്റുഡൻ്റായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ഈ IFFK എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 വർഷം കൊണ്ട് ഇതുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് IFFK. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ടൊക്കെ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും, ഗസ്റ്റ് റിലേഷനൊന്നും ഇത്രയും ഗംഭീരമായിട്ട് വേറെ ഇപ്പോൾ പുറമേയുള്ള ഫെസ്റ്റിവലുകളിലേക്കാൾ ഒരുപക്ഷെ അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഗസ്റ്റ് റിലേഷനൊക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിങ്ങിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്രാവശ്യം എന്താ പറയുക, നമ്മളുടെ 19 സിനിമകൾ നമ്മൾ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലും ഗവൺമെൻറ്റിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ കാരണം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അപ്പം അത് IFFKക്ക് മാത്രമേ പറ്റുള്ളൂ. IFFKക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. കാരണം അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സ്റ്റാൻഡുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡുണ്ട്. നമുക്ക് പടങ്ങൾ കാണിച്ചേ പറ്റൂ, IFFK നിലനിർത്തിയേ പറ്റൂ. IFFKൻ്റെ ഉള്ളിലേക്ക് ഇത്തരം ഇടപെടലുകൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് ഒരു ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന, സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നൽകുന്നൊരു വലിയ ധൈര്യമുണ്ട്. കാരണം ഈ ഫെസ്റ്റിവൽ ഇങ്ങനെയൊക്കെ തന്നെ നിലനിന്ന് പോകും എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു മൊമെൻ്റാണ്. അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നിവിടെ നിൽക്കുന്ന സമയം. ഒന്ന് പാർട്ടിസിപ്പൻസ് ആയിട്ട് സിനിമകളുമായി വന്നിട്ടുള്ള, ഇപ്പം ഞാൻ കാണുന്ന സിനിമകളുമായി ഇപ്രാവശ്യം വന്നിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പം എല്ലാം യങ്സ്റ്റേഴ്സാണ്.
വലിയൊരു പങ്കും പുതുമുഖങ്ങളാണ്. അവരുടെ ഡെബ്യൂ ഫിലിംസ് ആണെങ്കിൽ അവരുടെ പടങ്ങളാണോ ഞാൻ കാണുന്നത് കൂടുതലായിട്ടും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ത് രസമുള്ള വർക്കുകൾ, അവരുടെ ചിന്തകളും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 30 വർഷം നടന്ന IFFKയുടെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെയാണ്. ഈ സിനിമ ഫെസ്റ്റിവലാണ്, ഈ IFFK പോലുള്ള ഫെസ്റ്റിവലാണ് കേരളത്തിൽ ഗംഭീര സിനിമകൾ എടുക്കാൻ വേണ്ടി യങ്സ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നത്. അതാണ് IFFKയുടെ ഒരു പ്രാധാന്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം വരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരുപാട് നല്ല വിധത്തിലുള്ള സിനിമകൾ, ഇൻട്രാക്ഷൻസ്, ഓപ്പൺ ഫോറം ആണെങ്കിലൊക്കെ വളരെ സജീവതയുണ്ട്, ആളുകളുടെ പാർട്ടിസിപ്പേഷനും. ഈ പ്രാവശ്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത് നല്ല പാക്കേജാണ്. മലയാള സിനിമകളിൽ തന്നെ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളുണ്ടാകുന്നു. മേക്കിങ്ങിൻ്റെ ഫോമിലും തീമിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടാകുന്നു. അതേസമയം എനിക്കുള്ളൊരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഡെലിഗേറ്റിൻ്റെ പാസും കൂടെ കൊടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ വന്നിട്ട് ഇത്രയും ദൂരം നിന്ന് ലീവൊക്കെ എടുത്ത് വന്നിട്ട് ഈ അവസാന നിമിഷമാകുമ്പോൾ അവർ തിരഞ്ഞെടുത്ത സിനിമ കാണാൻ പറ്റാതെ പോവേണ്ടി വരുന്നതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവണം. സിനിമ എന്താണെന്ന് വെച്ചാൽ ഒന്നും സാങ്കേതികമായി വല്ലാത്തൊരു കുതിച്ചുചാട്ടം ഇന്നത്തെ സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതേസമയം തീം വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് മലയാള സിനിമകളിൽ നോക്കുമ്പോഴേ അവർ ഭയങ്കര പരീക്ഷണാത്മക സിനിമകളാണെങ്കിലും സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളോട് എന്തെങ്കിലും കൺഫ്രണ്ട് ചെയ്യുന്ന തീമുകൾ പൊതുവെ മലയാള സിനിമയ്ക്കില്ല. അതേസമയം നമ്മൾ വിദേശ സിനിമകളായിട്ട് വരുമ്പോൾ അവരുടെ തിമാറ്റിക്കലി തന്നെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ, മനുഷ്യാവസ്ഥകളെ നമ്മൾക്ക് അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകൾ ധാരാളമായി വരുന്നു. അതായത് പല ലെയേർഡായിട്ടുള്ള മനുഷ്യനും സമൂഹവും ഭരണകൂടവും തമ്മിലുള്ള ആ നിരന്തര ക്ലാഷുകളെ കുറച്ചും കൂടിയും എക്സ്പ്രസീവ് ആക്കുന്ന തീമുകളായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ മലയാളത്തിൽ അത് കുറച്ച് കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷനാണ്. എപ്പോഴും പുതിയ പരീക്ഷണങ്ങളാണല്ലോ എല്ലാ മേഖലകളിലും. സിനിമയിലും അത്തരം പുതിയ പരീക്ഷണങ്ങൾ വരണം. ചിലപ്പോൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മടിയൊക്കെ ഉണ്ടാവും, പക്ഷെ പിൽക്കാലത്ത് അത് ഏറ്റെടുക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ സിനിമ ശബ്ദമില്ലാത്തതിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് വന്ന് പുതിയ 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 രീതികൾ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതികളിലേക്കൊക്കെ സിനിമ മാറി. അപ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ തലമുറ അവരുടെ ഈ പഴയ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ സംവിധായകരും അവരാണ് വലിയ സംഭവം എന്ന് പറയുമ്പോൾ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. നമ്മൾ ശരിക്കും ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഓരോ വിഷയങ്ങളെ പ്രസന്റ് ചെയ്യുന്ന, രസകരമായി അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും അവരൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരണം. കാരണം അവരുടെയൊക്കെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫ്രെയിമിൽ ഒതുക്കാതെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരാൻ വേണ്ടി അതിന് ഒരു സഹായകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ IFFK എന്ന് പറയുന്നത്. ഞാനിപ്പം ശരിക്കും 2 വർഷമായിട്ടാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷമുണ്ട്. ഇതിൽ ഒരു ദിവസമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക സൗഹൃദവും പ്രത്യേക ഒരു വേറൊരു വൈബാണ്. നമുക്കൊരു ഉത്സവ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും, ചിലപ്പോൾ പുറത്തുള്ളവർക്ക് ഇവിടുത്തെ ഒരു വൈബ് എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ആ ഒരു സൗഹൃദത്തിന്റെ ആഴം അറിയും. ഇവിടെ ഒത്തിരി സുഹൃത്തുക്കൾ കഴിഞ്ഞ വർഷം ഇപ്പൊ ഇത്തവണ വന്നപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു. ഒരു സിനിമയിൽ പാടിയത് PK സുനിൽകുമാറിന്റെ ഒരു സിനിമ, ഒരു സംഗീതത്തിലുള്ള ഒരു സിനിമയാണ്, പാട്ടാണ് അത്. മല്ലികയെ മല്ലികയെ എന്ന് പറഞ്ഞൊരു പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ. സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ലോ ബഡ്ജറ്റ് ഫിലിമാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഒരെണ്ണം കൂടെ ഞാൻ പാടി. ഇനി അത് എപ്പോൾ ഇറങ്ങും, ഞാൻ പാടി എന്ന് മാത്രമേ പറയുള്ളൂ. അതിപ്പോൾ ഏത് സിനിമയായാലും ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ പേരതിലുണ്ടെങ്കിൽ മാത്രമേ അമ്മ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്. സിനിമ ഏതാണെന്ന് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. 3 ദിവസമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി 15-നെത്തി. ഈ 17-ാം തീയതിക്കുള്ളിൽ ഒരു 8-10 പടങ്ങൾ കണ്ടു. അത്രയ്ക്കായി. നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ പുതിയ ജനറേഷൻ്റെ മൂവീസാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നതും. പിന്നെ ഓഫ് കോഴ്സ് ഈ കൾച്ചറൽ ഡിഫറൻസിൻ്റെ ആ ഒരു ഇപ്പോൾ ഇവിടെയുള്ള മൂവി മേക്കിങ്ങിൻ്റെ സ്റ്റൈലായിരിക്കില്ല വേറൊരു സ്ഥലത്തുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന പല മൂവീസും ഞാൻ ആക്ച്വലി ഇന്ന് ഞാൻ കണ്ടു. ഇത് സ്ട്രേഞ്ച് എന്നുണ്ട്. ഒരു സ്ലൈറ്റ്ലി ഫിലോസഫിക്കലാണ്. പക്ഷേ നമ്മൾ കുറച്ചു നേരം ശരിക്കും ആ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ പിന്നെയും ലിങ്കർ ചെയ്യും. അത് വിട്ടുപോകണില്ല.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് മൂവീസൊക്കെ കണ്ടു. ഇന്ന് ആരോ പറയുന്നത് കേട്ടു, ഇവിടെ വന്നിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ പുതിയ പുതിയ സിനിമകൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അത് ഇത് IFFK പോലെ പറഞ്ഞാൽ ഇതുപോലത്തെ വേദികൾ അതിനൊക്കെ ഒരു വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇവിടെ വരുന്നത് എത്രയാണ് യങ്സ്റ്റേഴ്സ്, ഒരുപാട് പേര്. ഞാൻ ഒരു 4-5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വരുന്നത്. ഒരു 5 വർഷം മുമ്പേ ഉണ്ടായിരുന്ന കുട്ടികളെക്കാട്ടും യങ്സ്റ്റേഴ്സിനെക്കാട്ടും എത്രയോ കൂടുതലാണ് ഇപ്പം ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഇൻ മൂവീസ് ആൻഡ് മൂവി മേക്കിംഗ്, മൂവി വാച്ചിങ്, അണ്ടർസ്റ്റാൻഡിങ് സിനിമയൊക്കെ അത്രയ്ക്കും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇനിയും ബെറ്റർ റിസൾട്ട്സ് അല്ലെങ്കിൽ ബെറ്റർ എന്താണ് പ്രോജക്ട്സ് നമ്മുടെ മുന്നിലേക്ക് ഇനിയും അവർ കൊണ്ടുവരുന്നുള്ള കാര്യം ഉറപ്പാണ്. ബിക്കോസ് അവരും ഈ 30 വർഷമായിട്ട് IFFK വളരുമ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരും അതേ അല്ലെങ്കിൽ അതിലിരട്ടി ഫാസ്റ്റായിട്ടാണ് അവരുടെ വളർച്ചയുള്ളത്. അപ്പം ഐ തിങ്ക് നമുക്ക് വി ക്യാൻ ലുക്ക് ഫോർവേഡ് ടു റിയൽ ബ്യൂട്ടിഫുൾ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചിലപ്പം ഒരുപാട് നല്ല നല്ല പ്രോജക്ട്സ് നമ്മുടെ ഈ IFFKയിലേക്ക് ഇനി വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ പാഷനാണ് കാണുന്ന കുട്ടികളിലൊക്കെ ഇൻട്രസ്റ്റ് കാണുന്നത്. വലിയൊരു വൈബില്ല, പണ്ടത്തെ വൈബ് എനിക്ക് തോന്നുന്നില്ല. സെലക്ഷൻ ഓഫ് സിനിമയൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ട സിനിമയൊന്നും എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഓക്കെ. അതിന് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തെന്നാണ് ആദ്യം അറിഞ്ഞത്. പിന്നീട് ഡോക്ടർ ബിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ക്യാൻസൽ ചെയ്താണോ അതോ നേരത്തെ ഫെസ്റ്റിവലിന് വേണ്ടി അയക്കുന്ന സിനിമകൾ നേരത്തെ 1.5 മാസം മുമ്പ് അനുമതി തേടണമെന്ന്, അത് ചെയ്യാത്തതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തതെന്നും പറയുന്നുണ്ട്. എന്തായാലും 20 സിനിമകളും കാണിക്കാൻ വേണ്ടി തീരുമാനമെടുത്തല്ലോ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് സന്തോഷമുണ്ട്. ഹൃദയഭൂമിയിലാണല്ലോ 30ാമത് ഫെസ്റ്റിവൽ നടക്കുന്നത്. വളരെ വളരെ അതിമനോഹരമായ ബോറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫെസ്റ്റിവൽ. ഇത് സത്യമല്ലേ? അല്ലേ? ആണോ? വളരെ ബോറിങ് IFFK ആണ്. പറയാൻ കാരണം എന്താണെന്ന് എന്നെപ്പോലെ നിങ്ങൾ അരി ആഹാരമല്ല കഴിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലേ എന്താണ്? ഇങ്ങനെയാണ് IFFK ആണോ? ഇതാണോ? എല്ലാം കുറവുകൾ തന്നെയാണ്. IFFK എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്രയൊക്കെ വന്നത്. 2 വർഷമായതേ ഉള്ളൂ. 2015 വരെയുള്ള IFFK കണ്ടിട്ടുണ്ട്. അതാണ് IFFK. ഇത് ഫിലിം ഫെസ്റ്റിവൽ കാർണിവലാണ്. ഇത് IFFK എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ അല്ലെങ്കിൽ അനന്തപുരിയുടെ ട്രിവാൻഡ്രത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ ഒരുപാട് മാറോട് ചേർക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് IFFK ഫെസ്റ്റിവൽ. അതിപ്പോൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി I മാത്രമേ ഉള്ളൂ. ഈ വർഷം Fഉം പോയി, K നേരത്തെ പോയി, ഒരു F കഴിഞ്ഞ വർഷം പോയി, ഒരു F എപ്പോഴും പോയി. ഇനി I മാത്രമേ ഉള്ളൂ. ഏത് യുവാക്കളെ ഇവിടെ നിങ്ങൾ കണ്ടത്? എത്ര സിനിമ കണ്ടു? ഏതെങ്കിലും തിയേറ്ററിൻ്റെ അകത്ത് യുവാക്കളോ യുവതികളോ ഉണ്ടോ? ഉറങ്ങാൻ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി പോകുന്ന എത്ര നല്ല സിനിമകൾ നിങ്ങൾ കണ്ടു? ഒറ്റ നല്ല സിനിമ. പിന്നെയും കഴിഞ്ഞ പ്രാവശ്യം ഫെമിനിച്ച, ഫാത്തിമയെ പോലെയുള്ള നല്ല മൂവികളുണ്ടായിരുന്നു. ഇപ്രാവശ്യം എത്ര നല്ല മൂവികളുണ്ട്. മൂവികൾ തിരഞ്ഞെടുത്ത് തന്നെ വളരെ മോശമായ മൂവികളാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതല്ല മൂവി. പ്രിയൻ സാർ ഉണ്ടായിരുന്ന സമയത്തും പല ചെയർമാൻ ഉണ്ടായിരുന്ന സമയത്തും അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ചെയർമാനുണ്ടോ? കഴിഞ്ഞ വർഷം ഒന്നുമില്ലെങ്കിലും പ്രേംകുമാർ എന്ന് പറഞ്ഞ നിറസാന്നിധ്യമായിട്ട് ചിരിച്ചുകൊണ്ട് ഓടി നടന്നൊരു ചെയർമാൻ ഉണ്ടായിരുന്നു അല്ലേ? ഇതിനെക്കാട്ടി നല്ല സ്റ്റാളുണ്ടായിരുന്നു. ഇത് ചുമ്മാ ആൾക്കാർ കാണാൻ ഇറങ്ങുന്നവരാണ്. അവർക്കൊരു ഓണാഘോഷം പോലെ ഉള്ളൂ. ഇപ്പം 3-4 വർഷമായിട്ട് IFFK. ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷനും ഇതും കൂടി ഒന്ന് മിക്സായി പോയോ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം പലർക്കും മറ്റു ജില്ലകളിൽ നിന്ന് വരാൻ നിൽക്കുന്ന ആളുകൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ആ സ്ഥലത്ത് നിന്ന് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ രണ്ടും കൂടി ഒന്ന് മിക്സപ്പ് ആയി പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ ഇത്തവണ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സിനിമ കണ്ടു. അല്ലാതെ കൂടുതലായി ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ തൊട്ടാണ് ഇവിടെ വന്നത്. ഇലക്ഷൻ ആയിരുന്നല്ലോ. ഞാൻ ആകെ ഒരു പഴയ പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുതിയ സിനിമകളാണ് വന്നിട്ട് കണ്ടിട്ടുള്ളത്. ഐ തിങ്ക് കുറേ ഫോറിൻ ഫിലിംസൊക്കെ ലൈക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫിലിം. ലൈക്ക് സമൺ ഹു സ്റ്റാർട്ടിങ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു മെയിൻ സ്ഥലമാണ് IFFK എന്ന് പറയാം. ലൈക്ക് സമ്മൺ ലൈക്ക് ഞാൻ ഓൾറെഡി അങ്ങനെ കാണുന്നതായതുകൊണ്ട് എനിക്കൊരു ഇറ്റ്സ് നോട്ട് നത്തിങ് ന്യൂ. ലൈക്ക് IFFK ഇസ് ലൈക്ക് റിയലി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ലൈക്ക് എല്ലാവർക്കും. ലൈക്ക് സ്റ്റുഡൻസിനാണെങ്കിലും ലൈക്ക് സിനിമ വെറുതെ കാണാൻ വരുന്നവർക്കാണെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി കാണുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. വേൾഡ് സിനിമയെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. മാത്രമല്ല ലൈക്ക് പഴയ സിനിമകൾ ഇവർ ഷോ കേസ് ചെയ്യുന്നുണ്ട്. ഫെഡറിക്കോ ഫെലിനിയുടെ 8.5 ആണെങ്കിലും പിന്നെ വേറെ അങ്ങനെ 2-3 പഴയ പടങ്ങളും ലൈക്ക് ഋത്തിക് ഘട്ടക്കിൻ്റെയും അങ്ങനെ പല പഴയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ഇടുന്നുണ്ട്. ടു ലൈക്ക് ഷോ ലൈക്ക് വേൾഡ് സിനിമയുടെ എവല്യൂഷൻ കാണിക്കാനും ലൈക്ക് ഒരു കുറേ പടങ്ങൾ ഇങ്ങനെ ഇടുന്നുണ്ട്.
സോ ഐ തിങ്ക് ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. കാരണം ലൈക്ക് ആൾക്കാർ പലരും അത് അറിയാത്തതായിരിക്കും. ലൈക്ക് സിനിമയുടെ ഹിസ്റ്ററി ആണെങ്കിലും ആൾക്കാർക്ക് അതിലൂടെ പഠിക്കാൻ പറ്റും.